ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നല്ലോ ഞാനൊരു ട്രിപ്പ് പോകുന്നുണ്ട്, അപ്പം വീഡിയോസൊക്കെ ഇടാമെന്ന് വെച്ചിട്ട്. ട്രിപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ നാട്ടിലോട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഞങ്ങൾക്കൊരു വെഡ്ഡിങ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഏറ്റവും സർപ്രൈസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ ഞാൻ വരുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. അവർക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്നൊരു പ്ലാനിലാണ് കേട്ടോ. അപ്പം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ ഒരു പെട്ടി കൂടെ മാറണമെന്ന് വെച്ചൊരു പെട്ടി വാങ്ങിക്കാനായിട്ട് വന്നതാണ്. നമ്മുടെ അവിടെ നിന്നൊരു 7 മിനിറ്റ്സ് ഡ്രൈവുള്ള ഷോപ്പേഴ്സ് സ്റ്റോപ്പിൽ വന്നിട്ട് ഒരു പെട്ടി വാങ്ങിക്കാമെന്ന് വെച്ചാൽ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പെട്ടിക്ക്. അപ്പോൾ എനിക്കൊരു 15 കിലോ കൊള്ളുന്നൊരു പെട്ടി വേണമായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ വിളിച്ചപ്പോൾ അമ്മ ചോദിച്ചു, എന്നും നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ക്രിസ്മസ് ഡേ ആണെന്നാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ന് ഒരു ക്രിസ്മസ് പാർട്ടി ഉണ്ട്, അപ്പോൾ വൈകുന്നേരം വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല കേട്ടോ ഞങ്ങൾ ചെല്ലുമെന്ന്. ഇപ്പം ഈ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമാണ്, അപ്പോൾ അവർക്കതറിയത്തില്ല. അപ്പോൾ അമ്മ അച്ഛനും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഒരു സർപ്രൈസ് ആദ്യമായിട്ടോ ഞാൻ. കാരണം എന്നിട്ട് ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനെ വിളിച്ച് പറഞ്ഞു വരണം, വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് വരണം രാത്രിയിൽ. അവർ വീട്ടിലാരോടും പറയരുത്. നമ്മൾ എപ്പോഴും വിളിക്കുന്ന ഒരു കാറാണ് കേട്ടോ. അപ്പോൾ അവർ വരും. സേതു എന്നാണ് പേര്. സേതു വന്ന് ഞാൻ വിളിച്ച് പറഞ്ഞു സേതു വീട്ടിലൊന്നും പറയില്ല. അങ്ങനെ ഒരു ത്രില്ലിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ അവിടെ നിന്ന് പെട്ടിയൊക്കെ വാങ്ങിച്ചിറങ്ങി. അപ്പോൾ പെട്ടിയൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ സമയം 12:30 ആയിട്ടില്ല കേട്ടോ. അല്ല, ഞങ്ങൾ 12:30-ക്കാണ് കയറിയത്. അന്നത്തെ ദിവസം സൂര്യൻ ഉദിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പം പെട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങിയപ്പോൾ രാജേട്ടൻ പറഞ്ഞു ഞാൻ പോവാണ്, എനിക്ക് സമയം പോയി, എന്തോ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു കുറച്ച് നമ്മുടെ ലോക്കൽ മാർക്കറ്റിലും കൂടെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ഒക്കെ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ അതിന് മുമ്പ് ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ യുപിയിൽ അത്രയും ക്രിസ്മസ് വൈബ്സ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ എനിക്ക് സന്തോഷമായിട്ടോ ഈ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ അവിടെ ക്രിസ്മസ് ട്രീയും ഒരു ക്രിസ്മസ് ഫാദറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ഡെക്കറേഷൻസും അങ്ങനെ ക്രിസ്മസ് വൈബുള്ള പോലെ തോന്നുന്നത്. ആകപ്പാടെ നമ്മളൊരു സന്തോഷത്തിലുള്ള നാളെ നമ്മൾ പോവല്ലേ. അപ്പോൾ അങ്ങനെ കോഫിക്ക് വേണ്ടി പക്ഷേ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു കപ്പച്ചിനോ ഓർഡർ ചെയ്തു. ഞാനൊരു കോൾഡ് കോഫി, പിന്നെ ഒരു പാലക് ചീസ് സാൻഡ്വിച്ചും കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ അതൊക്കെ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ വെളിയിലൊക്കെ നല്ല രസമുണ്ട്. ഇപ്പം നമ്മുടെ തണുപ്പായിട്ട് വെളിയിലൊക്കെ ഇരുന്ന് നമുക്ക് കോഫി കുടിക്കാനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ചീസ് സാൻഡ്വിച്ചും കോഫിയൊക്കെ കുടിച്ചിട്ട് ഞാൻ ലോക്കൽ മാർക്കറ്റിലോട്ട് പോയി. രാജേട്ടൻ അവിടെ നിന്ന് അങ്ങ് പോയി. ഞാൻ അവിടെ നിന്നൊരു ക്യാബ് പിടിച്ചിട്ട് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പം സമയം പോകുന്നുണ്ടല്ലോ, നമുക്ക് തലേദിവസമല്ലേ പോകുന്നതിൻ്റെ. അങ്ങനെ അവസാനം വെയിറ്റ് ചെയ്ത് കോഫി വന്നു, സാൻഡ്വിച്ച് വന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ പോയി. പിന്നെ ഞാൻ പറയാമെന്ന് വെച്ചാൽ ഞങ്ങൾ നാട്ടിൽ ചെന്നിട്ട് ഞാൻ കുറച്ച് ദിവസം കൂടെ സ്റ്റേ ബാക്ക് ചെയ്യും. രാജേട്ടൻ തിരിച്ചു പോരും. ഇവിടെ വീട്ടിൽ അമ്മയും എൻ്റെ മോനും ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരുണ്ട്. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു പോരും. ഞാൻ കുറച്ച് നാളും കൂടെ നിൽക്കുമ്പോൾ നാട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ എൻ്റെ നാട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഭയങ്കര ഒരു വില്ലേജ് ഏരിയയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും ഫുഡും പിന്നെ ട്രാവലും. ഞാൻ നാട്ടിൽ പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടുത്തെ ഫുഡ് കഴിക്കാനാട്ടോ. ഇവിടെ ഞാൻ മിസ് ചെയ്യുന്ന കുറേ സംഗതികളുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ പോലത്തെ ഫിഷും ഒന്നും ഇവിടെ അത്ര നല്ലത് കിട്ടത്തില്ല. നാട്ടിൽ പോയാൽ നമ്മൾ ഫുൾ ടൈം നല്ലതായിട്ട് ഫുഡ് കഴിക്കും. ഈ നമ്മൾ ജിം ചെയ്ത് മെലിഞ്ഞതെല്ലാം ഒരു മാസം കൊണ്ട് നല്ല വെയിറ്റ് പുട്ടോൺ ചെയ്തിട്ടായിരിക്കും കേട്ടോ ഞാൻ വരുന്നത്. അത് സാരമില്ല, വല്ലപ്പോഴല്ലേ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാം അങ്ങനെ വിചാരിക്കും. അങ്ങനെ ഞാൻ കഴുപ്പിനൊരു ദാക്ഷിണ്യം കാണിക്കത്തില്ല കേട്ടോ നാട്ടിൽ പോയാൽ. എനിക്ക് മീനിന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്നാണെങ്കിലും കഴിക്കാൻ നമ്മുടെ ഇവിടുത്തെ ഫുഡില്ലേ, നമ്മുടെ നാട്ടിലെ ഫുഡില്ലേ, അതായത് നമ്മുടെ പൊറോട്ട, നമ്മുടെ ചിക്കൻ കറി, ബീഫ്, ഇതൊക്കെ ഇവിടെ നമ്മൾ ബീഫൊന്നും വാങ്ങിക്കാറേ ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഫിഷ്, ഇതിവിടെ നല്ല ഫിഷ് അങ്ങനെ കിട്ടത്തേ ഇല്ല. പ്രോൺസൊക്കെ ആണെങ്കിലും ഇങ്ങനെ സീ ഫുഡും അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സൊക്കെ എൻജോയ് ചെയ്യണം, ബിരിയാണി കഴിക്കണം നാട്ടിലെ, അങ്ങനെ കുറേ കൊതികളൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്നത്തെ വീഡിയോ. ഇതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതൊന്ന് പറയാനായിട്ട്, ഏതായാലും ഞാനും നാട്ടിൽ പോവാണ്. ഞാൻ കഴിഞ്ഞ ജൂലൈയിൽ തിരിച്ച് വന്നിട്ടുള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് അതേ എക്സൈറ്റ്മെൻറ്റ്, ഇത്രയും നാളായിട്ടും എനിക്ക് അതേ എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. പിന്നെ ഞാൻ വന്ന് കുറച്ച് പൊട്ട്, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു, ക്രീം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ആ മാർക്കറ്റിൽ കൂടെ കുറച്ച്, അത് ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് കുറേ നടക്കാൻ തോന്നത്തില്ല കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് പെട്ടെന്നത് ഉണ്ടാവും. ഇപ്പം 4-4:30 ആയപ്പോഴത്തേക്കും നല്ലതായിട്ട് ഇരുട്ടാൻ തുടങ്ങി. അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ബാറ്റയിൽ കയറിയിട്ട് ചെരുപ്പ് നോക്കണമായിരുന്നു. ചെരുപ്പൊക്കെ നോക്കി, പക്ഷെ ഞാൻ ചെരുപ്പൊന്നും വാങ്ങിച്ചില്ല കേട്ടോ.
അങ്ങനെ ഇതാണ് നമ്മുടെ ലോക്കൽ മാർക്കറ്റ്. നല്ല രസമാണ്. നല്ല വൈകുന്നേരം ആയില്ല, കണ്ട് 4:45 നല്ല ലൈറ്റെല്ലാം ഇട്ട് കഴിഞ്ഞ് നല്ല ഇരുട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. മുട്ടിൻ്റെ താഴെയുള്ള ഉടുപ്പ് പോലത്തെ